സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം. എല്ലാ സജ്ജനങ്ങൾക്കും വിനീത പ്രണാമം. ശ്രീമദ് ഭഗവത്ഗീതയിലെ 6-ാമത്തെ അധ്യായമായ ധ്യാനയോഗത്തിലെ 30-ാമത്തെ ശ്ലോകം വരെയാണ് നമ്മൾ കണ്ടത്. ഇവിടെ 31-ാമത്തെ ശ്ലോകം. ഈ 31-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു, സർവഭൂതസ്ഥിതം വ്യോമാം ഭജത്യേകത്വമാസ്ഥിതഃ സർവഥാ വർത്തമാനോപി സയോഗീ മയി വർത്തതേ. ഇവിടെയും യോഗി എവിടെ എത്തിച്ചേരുന്നു, അല്ലെങ്കിൽ യോഗി എന്തുമായി കൂടിച്ചേരുന്നു, അലിഞ്ഞു ചേരുന്നു എന്നുള്ളതാണ്. യാതൊരുവൻ ഞാനും പരമാത്മാവും ഒന്ന് തന്നെയെന്ന് അനുഭവിച്ചറിയുന്നുവോ. ഇവിടെ ഞാൻ എന്ന ശബ്ദം, ഞാൻ എന്ന് പറയുമ്പോൾ ഭഗവാൻ പറയുന്നു എന്നുള്ളത് കൊണ്ട് ഭഗവാൻ എന്നെടുക്കാം, അല്ലെങ്കിൽ ആ യാതൊരുവനാണോ അവൻ എന്നെടുക്കാം. രണ്ടായാലും ശരിയാണ്. കാരണം ഭഗവാൻ എന്ന് പറയുന്നത് നമ്മളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒന്നല്ല, അത് നമ്മൾ തന്നെയാണ്. ആ ഭഗവത് തത്വത്തെ തൻ്റെ സ്വരൂപമായിട്ട് കാണുവാൻ എപ്പോഴാണോ സാധിക്കുന്നത്, അപ്പോൾ സ്വാഭാവികമായിട്ട് താൻ തന്നെയാണ് ഈശ്വരൻ, താൻ തന്നെയാണ് ഭഗവാൻ എന്ന തലത്തിൽ ഒരാൾ എത്തിച്ചേരും. അത് തന്നെയാണ് തത്വമസി. അപ്പോൾ ഞാനും പരമാത്മാവും, അത് രണ്ട്, ഈ ഞാൻ എന്ന ശബ്ദത്തെ രണ്ടായിട്ടെടുത്താലും കുഴപ്പമില്ല, രണ്ട് വിധത്തിലും എടുക്കാം. ഞാൻ എന്ന് പറയുന്നത് ഏതൊരു യോഗിയാണോ അല്ലെങ്കിൽ ഏതൊരു വ്യക്തിയാണോ ഈ സാധനയിൽ ഏർപ്പെട്ടും മുന്നോട്ട് പോയി ഈശ്വരനെ കാണുവാൻ, ഈശ്വരനെ ദർശിക്കുവാൻ, ഈശ്വര സാരൂപ്യം നേടുവാൻ ശ്രമിക്കുന്നത് അയാൾ. അല്ലെങ്കിൽ ശ്രീമദ് ഭഗവത്ഗീതയെ സംബന്ധിച്ചിടത്തോളം ഭഗവാൻ പറയുന്ന വാക്കുകളാണ്. അവിടെ ഞാൻ എന്ന് ഭഗവാൻ പറയുന്നു. അപ്പോൾ ഞാനും എന്ന ഭഗവാനും യോഗി എന്ന വ്യക്തിയും രണ്ടല്ല, ഒന്ന് തന്നെയാണ്. അങ്ങനെ അത് നോക്കുമ്പോൾ ഏതു വിധത്തിൽ വേണമെങ്കിലും ഞാൻ എന്ന ശബ്ദത്തെ എടുക്കാം. അപ്പം ഞാനും പരമാത്മാവും ഒന്ന് തന്നെ എന്ന് ആരാണോ അനുഭവിച്ചറിയുന്നത്, ആരെങ്കിലും പറഞ്ഞു തന്നിട്ട് അറിയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അത് സ്വയം ആയിത്തീരുന്ന സമയത്ത് അനുഭവിച്ചറിയുക. പഞ്ചസാര അല്ലെങ്കിൽ മധുരം, ആ മധുരത്തിൻ്റെ നിന്നുണ്ടാകുന്ന സുഖകരമായിട്ടുള്ള ഒരനുഭവം, അത് അനുഭവിക്കുമ്പോൾ മാത്രമേ അനുഭവിക്കുന്നവന് അറിയാൻ പറ്റൂ. അതല്ലാതെ മധുരത്തെക്കുറിച്ച് ഒരാളിൻ്റെ പ്രഭാഷണം കേട്ടു, അപ്പം അതാണ് മധുരം, മധുരം അങ്ങനെയാണ്, മധുരം ഇങ്ങനെയാണ്, ആ വിധത്തിൽ ഒരു വ്യക്തിക്ക് അറിയാൻ സാധിക്കില്ല. അപ്പോൾ ഞാനും പരമാത്മാവും ഒന്നു തന്നെയാണ്, ഈശ്വരനും പരമാത്മാവും ഒന്ന് തന്നെയാണ്, അല്ലെങ്കിൽ ഞാനെന്ന വ്യക്തിയും പരമാത്മാവും ഒന്ന് തന്നെയാണ് എന്ന് ഒരു വ്യക്തി എപ്പോഴാണോ അനുഭവിച്ചറിയുന്നത് എന്നാണ്. അങ്ങനെ അനുഭവിച്ച് അറിഞ്ഞുകൊണ്ട് സർവഭൂതസ്ഥിതം, സർവചരാചരങ്ങളിലും
സ്ഥിതി ചെയ്യുന്നവനായിട്ട് എന്നെ ആരാണോ ഭജിക്കുന്നത്, സർവചരാചരങ്ങളിലും. ഗുരു നിത്യചൈതന്യയതി തൻ്റെ 1-2 ശിഷ്യന്മാരുമായിട്ട് ഇങ്ങനെ നടക്കാൻ ഇറങ്ങി. അങ്ങനെ നടക്കുന്ന സമയത്ത് ആ നടക്കുന്ന റോഡിൽ തന്നെ ഒരു റോഡുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു വിദ്യാലയമുണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ പലപ്പോഴും അതുവഴി നടന്നാണ് വിദ്യാലയത്തിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ ശിഷ്യന്മാരോട് ഗുരു നിത്യചൈതന്യയതി പറഞ്ഞു, നോക്കൂ, ഈ റോഡിൽ മുഴുവൻ പശുക്കളുണ്ട്, ധാരാളം പശുക്കളുണ്ട്. അപ്പോൾ ഈ പശുക്കൾ ചാണകമിട്ടിരിക്കുന്നു. അപ്പോൾ ഊട്ടി ഭാഗമാണ്, അവിടെ തണുപ്പുണ്ട്. അപ്പോൾ ഈ തണുപ്പത്ത് സ്വെറ്ററൊക്കെ ഇട്ടാണ് കുട്ടികൾ വിദ്യാലയത്തിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ ചാണകത്തിൽ കുട്ടികൾ ചവിട്ടി അഥവാ തെന്നി വീഴുകയാണെങ്കിൽ അവരുടെ സ്വെറ്ററൊക്കെ ചാണകമാകും. അത് പിന്നെ അത് കഴുകിക്കളയേണ്ടി വരും. കഴുകിക്കളയുമ്പോൾ ആ സ്വെറ്റർ നനയും. സ്വെറ്റർ നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ സ്വെറ്റർ ഉപയോഗിക്കുവാൻ സാധിക്കില്ല. അത് തണുപ്പാവും. പിന്നെ കുട്ടികൾക്ക് സ്കൂളിലിരിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവും. അത് വലിയ വിഷമകരമായി മാറും കുഞ്ഞുങ്ങൾക്ക്. അപ്പോൾ അതുകൊണ്ട് ഈ വഴിയിൽ കിടക്കുന്ന ചാണകം എടുത്ത് ചെടികൾക്ക് ഇട്ട് കൊടുത്താൽ ചെടികൾക്ക് സന്തോഷമാവും. ചെടികൾ വളരെ സന്തോഷത്തോടു കൂടി പരിലസിക്കും എന്ന് പറഞ്ഞ സമയത്ത് ഈ ശിഷ്യന്മാർ നേരെ ആശ്രമത്തിൽ പോയിട്ട് ഈ ചാണകം കോരിയെടുക്കാനുള്ള ഒരു പാത്രവും ഒക്കെ ആയിട്ട് വന്ന് ഈ ചാണകം കോരിയെടുത്ത് ഇങ്ങനെ കുറച്ചകലെയാണ് ആശ്രമം, ആശ്രമത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ഈ ആശ്രമത്തിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ഇത് ഗുരു കാണുകയാണ്, നിത്യചൈതന്യയതി കാണുകയാണ്. അപ്പോൾ ഈ ശിഷ്യന്മാരോട് ചോദിച്ച്, ഈ ചാണകം ഇവിടേക്ക് എന്തിനാണ് കൊണ്ടുവന്നത്? അത് നമ്മുടെ ചെടികൾക്കിടാമല്ലോ. അപ്പോൾ ഗുരു ചോദിച്ചു, ആ ചാണകം എടുത്ത സ്ഥലത്ത് റോഡിൻ്റെ ഇരുവശങ്ങളിലായിട്ട് ചെടികളില്ലായിരുന്നോ? അവിടെ തന്നെ ആ ചെടികൾക്കിട്ടാൽ പോരായിരുന്നോ? അല്ല, ഇത് നമ്മുടെ ആശ്രമത്തിലെ നമ്മുടെ ചെടികളല്ലേ, നമ്മുടെ ചെടികൾ നന്നായി നിൽക്കട്ടെ. അപ്പോൾ അവിടെ ഒരു ആശ്രമം അതിനെ ഒരു ബോർഡർ കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ അതിരുകൾ നിർണയിച്ചുകൊണ്ട് ഇത് നമ്മളുടേതും ഈ ബോർഡറിന് അപ്പുറമുള്ളതെല്ലാം മറ്റ് ആരുടേതോ ആണ് എന്ന ഭാവത്തിൽ അവർ കാണുന്നു എന്നുള്ളത് കൊണ്ടാണ് നമ്മുടെ ചെടി, നമ്മുടെ ആശ്രമം, നമ്മുടെ ആശ്രമത്തിലുള്ള ചെടി നന്നായി വളരണം എന്നവർക്ക് തോന്നിയത്. പക്ഷെ ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം ഈ ചെടിയും അവിടെ നിൽക്കുന്ന ചെടിയും അതെല്ലാം നമ്മുടേതാണ്. അപ്പോൾ ഈ സർവചരാചരങ്ങളും നമ്മുടേത് തന്നെയാണ്. ഈ സർവചരാചരങ്ങളിലും ഉള്ള ചൈതന്യം അവൻ നമ്മുടേത് തന്നെയാണ് എന്ന ഭാവത്തോടു കൂടി രണ്ടല്ല, ഏകമായ ഒന്ന് തന്നെയാണ് വൈവിധ്യമാർന്ന എല്ലാത്തിനെയും നിലനിർത്തുന്നത് എന്ന ഭാവം. ആ ഭാവത്തോടു കൂടി വേണം നമ്മൾ ഈശ്വരനെ ഭജിക്കുവാൻ. ദേവാലയങ്ങൾ പോലും എൻ്റെ ദേവാലയം, അത് അവരുടെ ദേവാലയം. എൻ്റെ ദേവൻ അത് മറ്റ്
പലരുടെയുമാണ്, ഇതെൻ്റേതാണ്. ശ്രീമദ് ചിദാനന്ദപുരി സ്വാമികൾ പറഞ്ഞ ഒരു കാര്യമാണ്. അദ്ദേഹം ഒരു റെയിൽവേ സ്റ്റേഷനിൽ സന്യാസി സംബന്ധമായിട്ടുള്ള എന്തോ ഒരു യാത്ര കഴിഞ്ഞ് റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുന്ന സമയത്തും ഒന്ന് രണ്ട് മറ്റു സന്യാസിമാരും മറ്റ് സമ്പ്രദായങ്ങളിലുള്ള സന്യാസിമാരും അദ്ദേഹത്തോടൊപ്പം ഉണ്ട്. അപ്പോൾ ഒരാൾ വന്നിട്ട്, ഒരു ഗൃഹസ്ഥൻ വന്നിട്ട് ഈ തൊട്ടടുത്തിരിക്കുന്ന ചിദാനന്ദപുരി സ്വാമികളുടെ തൊട്ടടുത്തിരിക്കുന്ന സന്യാസിയുടെ അറിയാവുന്ന ആ സന്യാസിയുടെ ഒരു ഭക്തനാണ്. അവരുടെ സമ്പ്രദായത്തിൽ വിശ്വസിക്കുന്ന, ആരാധിക്കുന്ന, പിന്തുടരുന്ന ഒരു ഭക്തൻ, ഗൃഹസ്ഥനായ ഭക്തൻ തൻ്റെ ചിദാനന്ദപുരി സ്വാമികളുടെ തൊട്ടടുത്തിരുന്ന സന്യാസിയോട് സംസാരിച്ചു. കുറച്ചു നേരം സംസാരിച്ചിട്ട് ഈ ചിദാനന്ദപുരി സ്വാമികളെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ഇത് നമ്മുടെ സ്വാമിയാണോ? ആ സമയത്ത് ആ സന്യാസി പറഞ്ഞത് കേട്ട് ചിദാനന്ദപുരി സ്വാമികൾക്ക് സങ്കടമാണോ, ദേഷ്യമാണോ, വിഷമമാണോ, പല ഭാവങ്ങളും മിന്നി മറഞ്ഞു എന്നാണ്. എന്താണ്? അല്ല എന്നാണ് ഉത്തരം പറഞ്ഞത്. അപ്പോൾ ഇത് നമ്മുടെ സ്വാമിയാണോ? അല്ല. അപ്പോൾ അവിടെ സന്യാസിക്ക് പോലും സർവസംഘ പരിത്യാഗിയായിട്ടുള്ള ആ പാത പിന്തുടരുന്ന ഒരു ആളിന് പോലും അവിടെ എൻ്റേത്, അവൻ്റേത്, നിൻ്റേത്, അടുത്തത്, ഇങ്ങനെയുള്ള ഭാവമുണ്ട്. ഈ ഭാവം ഈശ്വര അന്വേഷികളെ സംബന്ധിച്ചിടത്തോളം നല്ലതല്ല. ഈശ്വരാന്വേഷികളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പല ആശ്രമങ്ങളുണ്ടാവും, ദേവാലയങ്ങളുണ്ടാവും, പല വിഭാഗത്തിലുള്ള ആളുകളുണ്ടാവും, പല മതത്തിലുള്ള ആളുകളുണ്ടാവും. ഇതെല്ലാം ഒന്ന് തന്നെയാണ് എന്ന ഭാവത്തോടുകൂടി ഈശ്വരനെ ദർശിക്കുവാൻ ശ്രമിക്കുമ്പോൾ മാത്രമേ ഈശ്വരനിൽ അവർ വർത്തിക്കുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഏത് പ്രകാരം പ്രവർത്തിച്ചാലും, സർവഥാ വർത്തമാന അപി, ഏത് പ്രകാരം പ്രവർത്തിച്ചു കൊണ്ടിരുന്നാലും ആ വ്യക്തിക്ക് കർമ്മങ്ങളിലല്ല, മറിച്ച് കർമ്മം ചെയ്യുമ്പോഴുണ്ടാകുന്ന ഭാവം, സർവചരാചരങ്ങളിലും കുടികൊള്ളുന്നത് ഒരേ ചൈതന്യമാണ്, അത് തന്നെയാണ് ഈശ്വരൻ, അത് തന്നെയാണ് ഞാൻ, അല്ലെങ്കിൽ അത് തന്നെയാണ് ഭഗവാൻ എന്ന ആ ബോധം, ആ ബോധത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ മാത്രമാണ് ഭഗവാനിൽ ഭക്തൻ വർദ്ധിക്കുന്നത്, ജീവിക്കുന്നത്, ലയിക്കുന്നത്, ഭഗവാനും ഭക്തനും ഒന്നായി മാറുന്നത് എന്നാണ് ഈ ശ്ലോകത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. നമസ്തേ.